ഐഷ മിസ്സാണേ. അപ്പോൾ നമ്മുടെ ഓണം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പൂക്കളത്തിലേക്കും ഓണസദ്യയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു കടമ കടക്കാനുണ്ട്. അതാണ് നമ്മുടെ ഓണം എക്സാം അല്ലേ. അപ്പോൾ ഓണം എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ബോധമൊക്കെ നിങ്ങൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാം അടിപൊളി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ 20 days സ്റ്റഡി പ്ലാനുമായിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 20 ദിവസം, വെറും 20 ദിവസം നിങ്ങൾ ഞാൻ തന്ന ടൈം ടേബിൾ പ്രകാരം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഉറപ്പിക്കാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫുൾ A+ എല്ലാ സബ്ജക്റ്റിലും വാങ്ങാം. ഒരൊറ്റ സബ്ജക്റ്റിലല്ല, എല്ലാ സബ്ജക്റ്റിലും. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിലൊക്കെ ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങാനുള്ള ഒരു കിടിലൻ സ്റ്റഡി ടൈം ടേബിൾ ആണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എജു പോലുള്ള സ്റ്റുഡൻസിലുള്ള ഒരു സ്പെഷ്യൽ സീക്രട്ട് ടൈം ടേബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റെല്ലാവരും ഇതൊന്ന് കൺസിഡർ ചെയ്തിട്ട് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഇനി വരുന്ന 20 ദിവസം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫുൾ പഠിത്തം മാത്രമല്ല, നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് റിവിഷൻ ചെയ്യാനും അതേപോലെ ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാനും ഉള്ള ടൈമൊക്കെ കണക്കിലെടുത്ത് നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ദിവസങ്ങൾ റിവൈസ് ചെയ്യണം, ഏതൊക്കെ ഡേയ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 20 days സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിതാ ഇവിടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഒരൊറ്റ ഗോളുള്ളൂ. എന്താണ്? എല്ലാ സബ്ജക്റ്റിലും കിടിലനായിട്ട് സൂപ്പർ മാർക്സ് വാങ്ങാന്നുള്ള ഒരൊറ്റ ഗോൾ മുന്നോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓണം എക്സാം തകർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റഡി ടൈം ടേബിളിലേക്ക് പോകാം അല്ലേ. യെസ്, അപ്പോൾ കിടിലനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഓരോ ഡേയും ഡേ 1 മുതൽ ഡേ 20 വരെ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്കല്ലേ ഇത് മിസ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. മിസ് അതാ നിങ്ങൾക്കുള്ള എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് മിസ്സിൻ്റെ ഒരു അനാലിസിസിൽ ചെയ്തിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നിങ്ങൾക്ക് തന്നെ ഇതിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങളൂടെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു 20 days എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ മാർക്സോട് കൂടി എന്ത് ചെയ്യുക? ഓണം എക്സാം തകർക്കുക. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഓരോ ഡേയ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡേ 1 മുതൽ ഡേ 20 വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. അതായത് ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററും അതേപോലെ എക്സ്ട്രാ ആയിട്ട് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററും മലയാളത്തിലെ ഫസ്റ്റ് ചാപ്റ്ററുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? നിങ്ങൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ സമയവും പഠിക്കാമെന്ന് പറയുന്നത് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ടൈമിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിങ്ങിൻ്റെ മുമ്പേ ആയിട്ടുള്ള രാവിലെയുള്ള സമയം അല്ലെങ്കിൽ ഈവനിങ് ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും നിങ്ങൾ ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്തോ നിങ്ങൾ ഈ ഒരു മെയിൻ സബ്ജക്റ്റ് പഠിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ആ ഡേയിൽ ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ 1 എക്സ്ട്രാ 2 എന്ന് കൊടുത്തിരിക്കുന്ന ഈ സബ്ജക്റ്റുമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ദിവസവും ഇതാ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഓണം എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ഡേയ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷിലെ 2nd ചാപ്റ്റർ, 3rd ചാപ്റ്റർ, മാത്സിലെ 2nd ചാപ്റ്റർ, SS എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലാണ്, BS എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സയൻസ് ആണ്. ഓക്കെ, പിന്നെ മലയാളം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ലാംഗ്വേജ് എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അത് മലയാളം എടുത്തവരുണ്ടാവും, അറബിക് ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, സംസ്കൃതം ഉണ്ടാവും. അപ്പോൾ അവർക്കുള്ളതാണ് ലാംഗ്വേജ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ഡേയ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഡേയ്സും നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ചാപ്റ്ററിൻ്റെ റിവിഷനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്താലേ നമുക്ക് ഓർത്തെടുത്ത് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യവും ഏത് ചാപ്റ്റേഴ്സാണ് റിവൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചതിന് ശേഷം റിവിഷൻ്റെ വെച്ചിട്ട് മിസ് ഇവിടെ ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് റിവിഷനായിട്ട് അടുത്തൊരു സെക്കൻഡ് ഹാഫ് 9ാമത്തെ ഡേ മുതൽ നിങ്ങൾക്ക് റിവിഷനായിട്ട് തന്നെ ഡേയ്സ് മാറ്റി വെക്കാനുണ്ട്. ആൻഡ് ഡേ 15 ഡേ 16 നോക്കിയാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? കഴിഞ്ഞുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൻ്റെ പേപ്പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം?
പ്രാക്ടീസ് ചെയ്യണം. എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, Day 15 and Day 16 ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഡേയ്സും നിങ്ങൾക്ക് ഇതാ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫുൾ റിവിഷൻ ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ചാപ്റ്റർ പഠിച്ചു, പിന്നെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, മൊത്തം ചാപ്റ്റേഴ്സും മൊത്തം ചാപ്റ്റേഴ്സും. നേരത്തെ നമ്മൾ എന്തായിരുന്നു, ചാപ്റ്റർ 1, 2 റിവിഷൻ, ചാപ്റ്റർ 3, 4 റിവിഷൻ അങ്ങനെ ആയിരുന്നു അല്ലേ പോയത്. പക്ഷേ പിന്നീട് Day 17 മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മൊത്തം ചാപ്റ്റർ ഡിവിഷൻസും ഇവിടെ വരുത്താൻ പോവാണ്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്ട്സ് ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് സബ്ജക്റ്റും പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ 20 days സ്റ്റഡി പ്ലാൻ അങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ചെറിയ കുറച്ച് ബോണസ് ടിപ്സ് ഇവിടെ പറഞ്ഞു തരട്ടെ. യെസ്, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി 1.5 hours in the morning plus 1.5 hours in the evening. നിങ്ങൾക്കിത് നിങ്ങളുടെ ഒരു സ്റ്റഡിങ് കാപ്പബിലിറ്റി അനുസരിച്ച് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ഒരു അനാലിസിസ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 1.5 മണിക്കൂർ, സ്കൂൾ കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂറും പഠിത്തത്തിനായിട്ട് മാറ്റി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് യൂസ് സ്റ്റിക്കി നോട്ട്സ് ഫോർ ഡിഫിക്കൽട്ട് പോയിന്റ്സ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർമുലാസ്, അതേപോലെ എന്തെങ്കിലും ടോപ്പിക്സിന്റെ ഹെഡിങ്സ് മറന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സിൽ ഒന്ന് എഴുതി വെച്ചിട്ട് അന്ന് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെ അത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് കീപ് വാട്ടർ ആൻഡ് സ്നാക്സ് നിയർ ബൈ. ഓക്കെ, അപ്പോൾ വെള്ളം മാത്രം കുടിച്ചാൽ പോലെ കുറച്ച് സ്നാക്സ് കൂടെ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട്, അതായത് ഹെവി ആയിട്ട് കഴിക്കണം എന്നല്ല, ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിക്കാം കേട്ടോ. അതുകൊണ്ട് ഐഷമസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യരുത്, വീട്ടിൽ വാശി പിടിച്ചിട്ട് സ്നാക്സ് കൊണ്ടുവെക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, വെള്ളത്തിൻ്റെ കൂടെ തന്നെ സ്നാക്സ് കൂടി വെക്കാം. ഓക്കെ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ നല്ല രീതിയിൽ ബുദ്ധിയും വർദ്ധിക്കും കേട്ടോ. സോ ഇത് സ്പെഷ്യൽ പോയിന്റ് ആണ്. നെക്സ്റ്റ് ഇസ് നോ ഫോൺ ഡ്യൂറിങ് സ്റ്റഡി ടൈം. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ മാറ്റി വെക്കണം. വെറും 3 മണിക്കൂറാണ് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നത്. ആ ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ മാറ്റി വെക്കുക. ഇനി നമുക്ക് 20 ദിവസമാണ് മുമ്പിലുള്ളത്. അത് നമ്മൾ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് സ്റ്റിക്ക് ചാപ്റ്റേഴ്സ് ആസ് യു ഫിനിഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഒരു പേപ്പറിൽ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾ Day 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് കൊടുക്കുക. Day 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. Day 3 ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പറ്റിക്കണം. ഓക്കെ, കുറഞ്ഞ ദിവസമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പറ്റിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് നെക്സ്റ്റ് ഡേക്ക് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടിക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ ടിക്ക് കുറേ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരും. ഞാനിവിടെ എത്തിയിരിക്കാന്നുള്ള ഒരു മൈൻഡ് നമുക്കും വരും. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എച്ചുപോട്ട് കൂടെ ഇരുന്നിട്ട് പഠിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ, മിസ്സിൻ്റെ കൂടെയും നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെ കൂടെയും പഠിക്കാൻ റെഡി ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ റെഡി എന്ന് പറഞ്ഞിട്ട് മിസ്സിൻ്റെ ഫേവറേറ്റ് ഇമോജി ആയിട്ടുള്ള യെല്ലോ ഫ്ലവർ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണം എക്സാം നമ്മൾ എന്ത് ചെയ്യും, തകർത്തിട്ട് തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.